ഏവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തുള്ള പുക്കാട്ടുപടിക്ക് സമീപത്തും കിഴക്കമ്പലം പഞ്ചായത്തിലാണ്. ഏതാണ്ട് 4.25 സെൻറ്റിനടുത്ത് ഒറിജിനൽ ലാൻഡിൽ 2000-ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായും 2 യൂട്ടിലിറ്റി ഏരിയയുമായാണ് ഈ വീട് വരുന്നത്. ഈ ഒരു ലൊക്കേഷനിൽ നിന്നും കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ മാത്രം ദൂരം, എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്ററും, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്ററും, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും 4 കിലോമീറ്റർ മാത്രം ദൂരവും, ആലുവ ടൗണിലേക്ക് 8 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വെറും 500 മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ വീട് വരുന്നത്. ഏതൊരു വലിയ വാഹനവും ഈസിയായി കടന്നു വരാവുന്ന വീതി കൂടിയ റോഡ് ഫ്രണ്ടേജായി തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ മുൻവശത്ത് കടുപ്പാക്കല്ലുകൾ വിരിച്ച് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ചുറ്റും കോമ്പൗണ്ട് വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി വരുന്നത് കിണർ വെള്ളമാണ്. ധാരാളം വെള്ളം ഈ കിണറിൽ എപ്പോഴും കാണുന്നുണ്ട്. മാത്രമല്ല KW കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്ത ഒരു ഏരിയയിലാണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഒരു ഫ്ലഡ് എഫക്റ്റ് ഏരിയയിലല്ല സ്ഥിതി ചെയ്യുന്ന എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. 2018 പോലും വെള്ളം ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ സൈഡ് വശങ്ങളിൽ നല്ല അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ വരുന്ന ഈ വീട് തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് പണിതിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്ലോസി ഫിനിഷിലുള്ള ഗ്രാനൈറ്റും സിറ്റ് ഔട്ടിന് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മുൻവശത്തെ ഡോറ് മനോഹരമായ കൊത്തുപണികൾ തന്നെ ചെയ്ത് അലങ്കരിച്ചതാണ്. ഇത് ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്ന ഇവിടുത്തെ ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ല മനോഹരമായ രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇൻറ്റീരിയർ വർക്കുകളിൽ ധാരാളം ശ്രദ്ധ നൽകി തന്നെയാണ് ഈ ലിവിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. വലിയ വെറ്റിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ലിവിങ് സ്പേസിനോട് ചേർന്ന് തന്നെ നമുക്ക് ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒതുങ്ങിയ രീതിയിൽ വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമായ രീതിയിലാണ് ഈ ഡൈനിങ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് ഡൈനിങ് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായി പ്രത്യേക ഷെൽഫുകളെല്ലാം ഡിസൈൻ ചെയ്ത് ഇൻവെർട്ടർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്നത് മനോഹരമായ കിച്ചണിലേക്കാണ്. നമുക്ക് കാണാം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ, അതും നല്ല ക്വാളിറ്റിയിലുള്ള മൾട്ടിവുഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെ ചെയ്തിരിക്കുന്നു. വൈറ്റ് കളറിലുള്ള ഗ്ലോസി ഗ്രാനൈറ്റാണ് കിച്ചൺ ടോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു കിച്ചണാണ് ഇവിടെ വരുന്നത്. വലിയൊരു റെഫ്രിജറേറ്റർ യൂണിറ്റ് വയ്ക്കാനുള്ള പ്രത്യേക സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആണ്. കിച്ചൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. കിച്ചണിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമായ ലൈറ്റുകൾ നൽകി ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല വെന്റിലേഷൻ സൗകര്യം നൽകിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷിലുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ആദ്യത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. വലിയ വെറ്റിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാനിറ്ററി ഫിറ്റിങ്സുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു.
ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ബെഡ് ഇടാനുള്ള സ്പേസ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നു. മാത്രമല്ല അറ്റാച്ച്ഡ് ബാത്റൂമോ വാൾഡ്രോബ് സൗകര്യവും നൽകി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിരിക്കുന്നു. ധാരാളം വിൻഡോസുകൾ നൽകി നല്ല ഭംഗിയിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒതുങ്ങിയ രീതിയിലാണ് വാൾഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ നൽകുന്നത്. സാനിറ്ററി ഫിറ്റിങ്സുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത് ഡൈനിങ് സ്പേസ് എന്ന് തന്നെയാണ്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ലപ്പോത്ര ഗ്രാനൈറ്റും ഹാൻഡ് റെയിനായി സ്റ്റെയിൻലെസ് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മനോഹരമായൊരു ഫസ്റ്റ് ഫ്ലോർ ലിവിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ലിവിംഗ് സ്പേസിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. കൂടാതെ സ്റ്റെയർകേസ് വാളിൽ മനോഹരമായൊരു പർഗോള നൽകിയിട്ടുണ്ട്. സൺലൈറ്റ് എപ്പോഴും ലഭിക്കാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ, 2 യൂട്ടിലിറ്റി ഏരിയകൾ, മാത്രമല്ല ഒരു ബാൽക്കണിയാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. നമുക്കത് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യവും നൽകി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഒതുങ്ങിയ ഏരിയയിലാണ് വാൾഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയ ഇവിടെയും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിലുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യവും ഇവിടെയും നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള ഒരു എൻട്രിയും വരുന്നുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയ ഫൈബർ മെറ്റീരിയൽസിൻ്റെ ബാത്റൂം ഡോറാണ് നൽകിയിരിക്കുന്നത്. നല്ല നീളത്തിലുള്ള ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ബാത്റൂമിൻ്റെ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുണ്ട്. സാനിറ്ററി ഫിറ്റിങ്സുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബാൽക്കണിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ധാരാളം വീടുകൾ സൈഡ് വശങ്ങളിലെല്ലാം വരുന്നുണ്ട്. മനോഹരമായ ടെക്സ്റ്റർ വർക്കുകൾ ചെയ്ത് അലങ്കരിച്ചാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ. 2 ബെഡ്റൂമുകൾ കൂടാതെ ഫസ്റ്റ് ഫ്ലോറിൽ 2 യൂട്ടിലിറ്റി ഏരിയ കൂടി വരുന്നുണ്ട്. ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഒരു ബെഡ്റൂം നിർമ്മിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂം നിർമ്മിക്കാവുന്ന ഒരു സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നു. മാറ്റ് ഫിനിഷിലുള്ള വലിയ ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു യൂട്ടിലിറ്റി ഏരിയ കൂടാതെ സെക്കൻഡ് യൂട്ടിലിറ്റി ഏരിയയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്യൂച്ചർ വേണമെങ്കിൽ നമുക്ക് ഒരു ബെഡ്റൂം അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂം എടുക്കാവുന്ന വിധത്തിലാണിത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോകാം. ഏതാണ്ട് 4.25 സെൻറ്റ് അടുത്ത് ഒറിജിനൽ ലാൻഡ്, 2000-ഓളം സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമും പ്ലസ് 2 യൂട്ടിലിറ്റി ഏരിയയുമായി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 62 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിതിൻ 10 days ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. ഇതിനായി പ്രത്യേകിച്ച് ഹിഡൻ ചാർജുകളോ മറ്റു ചാർജുകളോ വരുന്നില്ല. നല്ലൊരു ഡീലാണ്. വലിയ 4 ബെഡ്റൂമുകളുള്ള വലിയ വീടാണ്. 62 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. വില നെഗോഷ്യബിളുമാണ്. വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് വീട് അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിലേക്ക് എത്തിക്കാനോ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.